എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈസ്റ്റർ ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ചിക്കൻ സ്റ്റൂവും അപ്പവുമാണ് ഉണ്ടാക്കുന്നത്. അപ്പം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പാലപ്പം അല്ല. ഞാൻ വിചാരിച്ചു വെള്ളയപ്പം അല്ലെങ്കിൽ കള്ളപ്പം എന്ന് പറയുന്ന ദോശക്കല്ലിൽ ഒഴിച്ചുണ്ടാക്കുന്ന അപ്പം ഉണ്ടാക്കാമെന്ന്. പിന്നെ സാധാരണ പാലപ്പത്തിൻ്റെ റെസിപ്പിയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് അപ്പത്തിന് ആദ്യം അരച്ചു വെക്കാം. അപ്പോൾ 1.5 കപ്പ് ഞാൻ ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ട്. പച്ചരിയോ ഇഡ്ഡലി റൈസോ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് പാലപ്പത്തിൻ്റെ ഒരു റെസിപ്പിന്ന് വ്യത്യാസം എന്ന് പറയാൻ കാരണം ഇതിനകത്ത് ജീരകവും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കും. ഒരു 2 നുള്ള് ജീരകവും പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് വേണം ഇത് അരയ്ക്കാനായിട്ട്. ഇനി ഇതിനകത്ത് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അതുകൊണ്ട് പെട്ടെന്ന് പുളിച്ചു പൊങ്ങും. അതൊരു 2 ടീസ്പൂണും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് നമ്മുടെ അവൽ ഇച്ചിരി നേരം വെള്ളത്തിലിട്ട് കുതിർത്തതാണ് ചേർത്തിരിക്കുന്നത്. അവൽ അല്ലെങ്കിൽ നമ്മുടെ ചോറും ചേർത്താലും മതി. ഞാനിപ്പോൾ അവലാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ ഒന്ന് പുളിച്ചു പൊങ്ങും. ആ സമയത്ത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. കാരണം ഇത് ഞാൻ തലേദിവസം വൈകുന്നേരം അരച്ചു വെച്ചതാണ്. അപ്പം ഈ ഒരു ടൈമിൽ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അല്ലെങ്കിൽ ഒത്തിരി രാത്രി ഇരുന്ന് കഴിഞ്ഞാൽ ഓവറായിട്ട് ഇത് പുളിച്ചു പോകും. അപ്പം ഇതിപ്പോൾ പിറ്റേ ദിവസമായി. അപ്പം ഞാൻ ആദ്യം ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുകയാണ്. അപ്പം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും മതി. കാരണം ഞാനിവിടെ ഏകദേശം ഒരു 250 ഗ്രാം ചിക്കനേ എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു സബോള ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് നമ്മൾ പച്ചമുളകും കുരുമുളകുമാണ്, അതുകൊണ്ട് ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ലല്ലോ, അത്രയും ചേർത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ട് ഉപ്പ് ചേർത്താണ് ഞാൻ വഴറ്റിയിരിക്കുന്നത്. വഴറ്റി വരുമ്പോഴത്തേനും ഈ ചിക്കൻ്റെ പീസസും കൂടെ ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഉടനെ തന്നെ ഉരുളക്കിഴങ്ങൊന്നും ചേർക്കേണ്ട. ഒരു മിനിറ്റ് ആ ചിക്കൻ്റെ പീസസും കൂടെ ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് പൊട്ടറ്റോയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. സ്റ്റൂ അല്ലേ, അപ്പം അതും കൂടെ ചേർത്തൊന്ന് വഴറ്റണം. എന്നിട്ട് ഞാൻ തേങ്ങാപ്പാൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ എന്ന് പറയുമ്പം 1 കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ നന്നായിട്ട് അരച്ച് അതിൽ ആദ്യത്തെ പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പാലും എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. കാരണം കുറച്ച് വെള്ളവും നമുക്ക് ചിക്കൻ വേകണമല്ലോ. അപ്പം അതിനാവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്താണ് ഞാൻ ഒന്നുകൂടെ തേങ്ങ അരച്ചത്. എന്നിട്ട് അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് വേവിക്കാൻ വെക്കുക. അതിന് മുമ്പ് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളകും കൂടെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ചേർത്താൽ മതി. പിന്നെ ഇത് വെന്ത് കഴിഞ്ഞ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം വീണ്ടും കുറച്ചുകൂടെ എരിവ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് നമ്മുടെ ദോശ ചുട്ടെടുക്കാം. ദോശയല്ല, നമ്മുടെ അപ്പം അതിങ്ങനെ ദോശക്കല്ലിൽ ചുട്ട് ഞാൻ അടച്ച് വെച്ചാണ് വേവിക്കുന്നത്. തിരിച്ചിടുന്നത് എനിക്കിഷ്ടമല്ല ഈ അപ്പം. അപ്പം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ അപ്പം ഒരെണ്ണം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ആവശ്യത്തിന് ഞാൻ ചുട്ട് എടുക്കുകയാണ്. ഞാൻ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് നേരം ഒന്ന് തുറന്നു വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ സ്റ്റൂവ്. കാരണം കുറച്ചൊന്ന് വെള്ളം ഒന്ന് വറ്റിയിട്ട് നമുക്ക് നമ്മുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. കാരണം അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് വെള്ളത്തിലായിപ്പോവും. അപ്പം ഞാനിപ്പം 1-ാം പാലൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഒന്ന് ജസ്റ്റ് ചൂടായി ഒന്ന് ചെറുതായിട്ടൊരു ബബിൾസ് വന്നാൽ മതി, ഒത്തിരി അങ്ങ് തിളയ്ക്കേണ്ട. പിന്നെ ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് നെയ്ക്കകത്തോ എണ്ണയ്ക്കകത്തോ മൂപ്പിച്ചെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കശുവണ്ടിയൊക്കെ മൂപ്പിച്ചിടുന്ന ഇഷ്ടമാണെങ്കിൽ കശുവണ്ടിയും മുന്തിരിങ്ങയൊക്കെ കൂടെ നമുക്കിതിനകത്തേക്ക് മൂപ്പിച്ചിടാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം നല്ല കുറുകിയ ഒരു പാകത്തിലേക്ക് വരും. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഒത്തിരി അങ്ങ് അടുപ്പത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട, ഒന്ന് മാറ്റി വെക്കാം. ഞാൻ പിന്നെ അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ.
എല്ലാവർക്കും ഇഷ്ടമുള്ള, മിക്കവാറും പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻസിന് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ അപ്പവും ചിക്കനും, ഈ അപ്പവും ചിക്കൻ സ്റ്റൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.